പിന്നെ മീനുകൂട്ടി ഇന്നലെ ടൂറെല്ലാം പോയല്ലോ, അപ്പോൾ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ എന്തുവാ, ആകെ ഒരു മൂഡ് ഓഫ്. മീനും ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല. പകലൊക്കെ സ്കൂളിൽ പോയെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും, രാത്രിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് വന്ന വഴിക്ക് ഞാൻ മത്തി ഉണ്ടായിരുന്നേ, കുറേ മത്തി, ഒത്തിരി മത്തിയാന്ന് തോന്നിയപ്പോൾ. അപ്പോൾ ഞാൻ മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ മത്തി അങ്ങ് കറി വെച്ചേക്കാന്ന് ഓർത്തു. മീനോട്ടം പ്രത്യേകം പറഞ്ഞിട്ട് പോയി അമ്മ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ. ആദ്യം എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ അവർ അപ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ അവൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അവൾ ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ ഞാനും ഓർത്തെന്നാൽ പിന്നെ ഞാനും ആണെങ്കിൽ മീൻ കൂട്ടാനും വെക്കാമെന്ന് ഓർത്തു. ഞാനിന്ന് ഞാനിന്ന് തേങ്ങാപ്പാലൊഴിച്ച് ആണ് വെച്ച തക്കാളിപ്പഴമൊക്കെ ഇട്ട്. എനിക്ക് തക്കാളിപ്പഴം ഇട്ടിപ്പോൾ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പ്രാവശ്യം വെച്ച് കൂട്ടിയപ്പോൾ തൊട്ട് എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതൊന്ന് തക്കാളിപ്പഴം ഇട്ട് വെക്കാമെന്ന് ഓർത്ത് ഞാനത് വെച്ചിട്ടുണ്ട് ഇവിടെ. അടിപൊളിയായിട്ട് തക്കാളിപ്പഴവും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കണ്ടു നല്ല സൂപ്പർ കറിയാണ്. അതും വെച്ച് ഒരു 2-3 മത്തി ഞാൻ വറക്കുകയും ചെയ്ത്. പിന്നെ ഇതും കൂട്ടിയാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് ഗൈസ്. നമുക്ക് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചാലോ? ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ തക്കാളിപ്പഴം ഇട്ടിങ്ങനെ വയ്ക്കാൻ. വീണ്ടും ഞാൻ എൻ്റെ കൊച്ചു ചട്ടിക്കകത്താണ് ഗൈസ് വെച്ചത്. കളമോ. പിന്നെ ഞാൻ മീൻ കുറച്ച് വറക്കുകയും ചെയ്തായിരുന്നേ. ഓൾറെഡി ഇവിടെ അരച്ച് വരട്ടി വെച്ച അരപ്പൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇതേണ്ടേ മീൻ വറുത്തു. ഇതും കൂട്ടി നമുക്കൊന്ന് ഉച്ചയ്ക്ക് ചോറിന്. ഓക്കെ. പിന്നെ ഞാൻ വെള്ളച്ചോറാണ് വെച്ചത്. ഞാൻ മറ്റേ ചുമലച്ചോറല്ല വെച്ച്, എളുപ്പം ഇതാകുമ്പോൾ എനിക്ക് വെന്ത് കിട്ടുമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതാ വെച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് മീൻകറി എടുക്കുവാണ്. കുറച്ച് ഏറെ തക്കാളിപ്പഴമൊക്കെ ഞാൻ ഇട്ടായിരുന്നു. ഇത് ഞാൻ പുളി ഇട്ടിട്ടില്ല, പുളി ഇടാതെയാണ് ഞാൻ വെച്ചത്, തക്കാളിപ്പഴം മാത്രം. ഓക്കെ. 2-3 മീൻ വറുത്ത മീൻ എടുത്തു. ഇതന്നെ അടച്ചു വെക്കട്ടെ. ഇവിടെ നിന്ന് നിങ്ങളെ കഴിച്ച് കാണിക്കാമേ. തക്കാളിപ്പഴം കാണിക്കുക എനിക്ക്. ഇതന്നെയാണ് തേങ്ങാപ്പാൽ വെച്ചുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടോ. എൻ്റെ നല്ല രുചിയുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടോ മീൻ. പിന്നെ ഇച്ചിരി വറുത്ത മീനും എടുക്കാവേ. നല്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഒക്കെ കൂടെ വെച്ച് അരച്ചിരട്ടി വെച്ച വറുത്ത മീനാണ്. സൂപ്പറായിട്ടുണ്ട്. മീനോട്ട് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെയാണ്, കുഴിമന്തി ബിരിയാണി അടിപൊളിയായിട്ട് അവരവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. മീൻ ടൂറ് പോയതിൻ്റെ വീഡിയോസൊക്കെ ഞാനും പുറകെ ഇടാമേ. ഓക്കെ. അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി കൊടുക്കണം. ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഭയങ്കര വെട്ടം, ഇടയ്ക്കിടയ്ക്ക് അവിടെ സൂര്യൻ ഭയങ്കരമായിട്ട് ഉദിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മങ്ങുന്നുണ്ട്, അതിൻ്റേതായ ഒരു വെട്ടം ഇവിടെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഓക്കെ.